തിരുവനന്തപുരം മുട്ടടയിൽ വൈഷ്ണവക്കുട്ടി പ്രചരണം നിർത്തില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM കോടതി വിധിക്കായി കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ വലിയ വിഭ്രാന്തിയിലാണ്. ഒരു KSU നേതാവ് മാത്രമായ പെൺകുട്ടിയെ ഭയന്ന് മുഴുവൻ പ്രവർത്തനവും അവൾക്കെതിരെയുള്ള ഒരു യുദ്ധത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് CPM നേതൃത്വം. സ്വന്തം വീട്ടിൽ കള്ളവോട്ടുകൾ ചേർത്ത് നിറക്കുമ്പോഴും കള്ളപ്പരാതികൾ കൊണ്ട് മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ ഒന്ന് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് കേസ് കൊടുത്തൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ആ സഖാവിൻ്റെ മാനസികാവസ്ഥ അപാരം തന്നെയാണ്. വോട്ട് തള്ളിച്ച് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തെറിപ്പിച്ചിരിക്കുകയാണ് CPM അവരുടെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ച്. എന്നാൽ കോൺഗ്രസ് ഒരു പൊടിക്കടങ്ങുന്നില്ല. മുട്ടട വാർഡിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന വൈഷ്ണ സുരേഷിനോട് പ്രചരണവുമായി തന്നെ മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതിൽ അന്തിമ തീരുമാനമാകാത്തൊരു സാഹചര്യത്തിലാണ് ശക്തമായ നിർദ്ദേശം കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. പ്രചരണം നിർത്തിവയ്ക്കില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ വളരെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നു. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനും പൗരാവകാശം നിഷേധിക്കലുമാണെന്ന വ്യക്തത വരുത്തി നിയമ പോരാട്ടം നടത്തി വിജയിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഒരുപക്ഷെ ദിവസങ്ങൾ കുറവായതിനാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെടുന്ന സാഹചര്യം മുന്നിൽ കണ്ട് ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താനും കോൺഗ്രസ് തയ്യാറെടുത്തു. ഹൈക്കോടതി വിധിയിൽ അനുകൂലമല്ല എങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം പകരം സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കും. CPMൻ്റെ സിറ്റിംഗ് വാർഡിൽ ചരിത്ര വിജയം നേടാൻ തന്നെയാണ് കോൺഗ്രസ് ഉറച്ച് പോരാട്ടം നയിക്കുന്നത്. സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടി CPM പരാതി നൽകിയതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നൽകിയ വിലാസം ശരിയല്ല എന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു CPM നൽകിയിരിക്കുന്ന പരാതി. മുട്ടടയിൽ കുടുംബ വീടുള്ള ഈ വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് വൈഷ്ണ. CPM പരാതി അംഗീകരിച്ച് കമ്മീഷൻ പക്ഷേ വൈഷ്ണയുടെ വോട്ട് നീക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാൾക്ക് ഒരു കാരണവുമില്ലാതെ വോട്ട് നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ BJP ചെയ്യുന്ന അതേ പണി. സത്യത്തിൽ വൈഷ്ണയെപ്പോലുള്ള യുവ സ്ഥാനാർത്ഥികളെ CPMന് ഭയമാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന നിയമ പോരാട്ടത്തിന് സംസ്ഥാനത്തിൻ്റെ തന്നെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയാണിപ്പോൾ. വികസനം ചർച്ച ചെയ്ത് രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടാൻ കഴിയാതെ വന്ന് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു സംഘമായി മാറി എന്ന് തെളിയിച്ച CPM പരാജയഭീതി മൂലം ജനാധിപത്യ പോരാട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും ആത്മഹത്യയുടെ പറുദീസയായി മാറിയിരിക്കുന്ന തിരുവനന്തപുരത്തെ BJPക്ക് ഇനി അവിടെ പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ BJP തകരുമ്പോൾ ശക്തമായി മാറിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുന്നേറ്റം CPM കേന്ദ്രങ്ങളെ ചില്ലറയല്ല അമ്പരപ്പെടുത്തിയിരിക്കുന്നത്.